ഹലോ വെൽക്കം ബാക്ക് ടു അക്കാഡമി എക്സ്പെർട്ട്. ദിസ് ഈസ് നവാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഒബ്ജക്റ്റ് എങ്ങനെയാണ് റെഫറൻസുമായിട്ട് റൊട്ടേറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് നമുക്ക് വേണ്ട ഗ്യാപ്പിലോട്ട് സ്കെയിൽ ചെയ്യാന്നുള്ളതാണ്. സോ അത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കെയിൽ ഓപ്ഷൻ്റെ ഉള്ളിൽ വരുന്ന അല്ലെങ്കിൽ സ്കെയിൽ കമാൻഡിൻ്റെ ഉള്ളിൽ വരുന്ന റെഫറൻസ് എന്ന് പറയുന്ന ടൂളാണ്. സോ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്കെയിൽ കമാൻഡ് ചെയ്യണം. സോ SC എൻ്റർ ചെയ്യുക. സോ നമുക്ക് സെലക്ട് ചെയ്യേണ്ട ഒബ്ജക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു, പേസ് പോയിന്റ് കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് റെഫറൻസ് ആണ്. സോ ഞാനിപ്പോൾ ഇവിടെ റെഫറൻസ് എന്നുള്ള ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് റെഫറൻസ് ഏതാണെന്നുള്ളത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ ഞാൻ റെഫറൻസ് ഏതാണെന്നുള്ളത് ഇവിടെ കൊടുത്തത്. സോ ഞാൻ റെഫറൻസ് സെലക്ട്, നമുക്ക് സ്പെസിഫൈ സ്കെയിൽ ഫാക്ടർ ഓർ കോപ്പി ഓർ റെഫറൻസ് ഉള്ള ഓപ്ഷൻ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബാറിൽ കാണാൻ പറ്റും. ഞാൻ അതിൽ നിന്നും റെഫറൻസ് സെലക്ട് ചെയ്യുക. റെഫറൻസ് ലെങ്ത്ത് ഞാൻ അവർ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തു, റെഫറൻസ് ലെങ്ത്ത് ഫസ്റ്റ് പോയിൻ്റ് ആൻഡ് സെക്കൻഡ് പോയിൻ്റ് കൊടുത്തു. സോ നെക്സ്റ്റ് അവർ ചോദിക്കുന്നത് ന്യൂ ലെങ്ത് ആണ്. എനിക്ക് ഇവിടുത്തെ ലെങ്ത്ത് എത്രയെന്നുള്ളത് അറിയില്ല. സോ അതുകൊണ്ട് ഓപ്ഷനിൽ നിന്നും പോയിൻ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് പോയിൻറ്റും സെക്കൻഡ് പോയിൻറ്റും ഞാൻ സ്പെസിഫൈ ചെയ്തു. സോ അതിനുശേഷം നമുക്ക് ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ്. സോ കറക്റ്റ് പോയിന്റിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് റൊട്ടേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കറക്റ്റ് പോയിന്റിലായിരിക്കും അത് ഉണ്ടാവാം. ഓക്കെ, സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.